രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പറയാൻ മറന്നൊരു വാക്കുപോൽ ജീവിതം പ്രിയമുള്ള നൊമ്പരം ചേർത്തു വച്ചു. ഒപ്പം നടക്കുവാൻ ആകാശവീതിയിൽ ദുഃഖചന്ദ്രക്കല ബാക്കിയായി. ഇനി എനിക്ക് വിടിരുന്നൊറ്റയ്ക്കുറങ്ങുവാൻ മൗനരാഗം തരൂ കൂട്ടുകാരി. പാട്ടിൻ്റെ സഹിമാരിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. മാഡവും ഒരു സ്കൂളിൽ ലൈബ്രറി സയൻസ് ആണ് മാഡത്തിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ മാഡത്തിന് സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്താണ് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് മറ്റ് കവിതകളിൽ നിന്നും? ശിവ, എൻ്റെ ഒരു പ്രശ്നം, എനിക്ക് കുറേ പുസ്തകങ്ങളില്ല. എനിക്ക് ഒറ്റ പുസ്തകമേ ഉള്ളൂ കേട്ടോ. അത് ഒന്നാണ് ഉള്ളത് യഥാർത്ഥത്തിൽ. അത് ദീസി ബുക്സിൻ്റെ മുരുകൻ കാട്ടക്കരയുടെ കവിതകളെന്ന് ഒരൊറ്റ പുസ്തകമേ ഞാൻ യഥാർത്ഥത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. ചെറിയൊരു പുസ്തകമാണ്. ഇപ്പോൾ 25 എഡിഷനായി. അപ്പോൾ അതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദ്യം അല്ലേ? അതെ. വേറൊരു കവിതയിൽ നിന്നുള്ള കമ്പാരിസൺ ആണ് അതോ? അല്ല, എന്തുവാവാം, എഴുത്തിൻ്റെ രീതി ആവാം. എഴുത്ത് ഇനിയും കുറച്ചുകൂടെയൊക്കെ വേണം. നമ്മുടെ പഴയ ഇപ്പോൾ എൻവിയോ അങ്ങനെയൊക്കെ അവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പം അവരുടെ ഒരു എന്താ പറയുക ലാംഗ്വേജ് സ്കില്ലിൻ്റെ വ്യത്യസ്തത. പിന്നെ കുറച്ചുകൂടെ ചടങ്ങ് എന്താ പറയുക നമ്മുടെ സാധാരണ ആളുകൾക്ക് പറ്റുന്ന ഒരു രീതി ആണ് കൂടുതൽ കാണുന്നത്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. മാഡം ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഒത്തിരിയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇനി കവിത എഴുതുമ്പോഴും ഞാൻ ലേഖ കേൾപ്പിക്കും. ഞാൻ യഥാർത്ഥം എൻ്റെ മനസ്സിൽ കവിത എഴുതിയിട്ട് അതിന് ഞാൻ തന്നെ എൻ്റെ ഒരു വികാരം അതിനെ അപ്ലൈ ചെയ്താണ് ഞാൻ അതിനെ ആലപിക്കുന്നത്. ഞാൻ ആലപിച്ചതിന് ശേഷമാണ് എഴുതുന്നത്. എഴുതിയതിന് ശേഷം ആലപിക്കുകയല്ല ചെയ്യും. ഞാൻ ഹൃദയത്തിൽ കവിത വാക്കുകൾ കണ്ടെത്തി ആ കവിതയായി ആ കവിതയ്ക്കൊരു രൂപം ഉണ്ടായി അതിനൊരു ശരീരം ഉണ്ടാവും. അതാണ് എൻ്റെ ആലാപനം. ആ ശരീരത്തോടുകൂടെ അത് അതിൻ്റെ ആത്മാവിനെ ശരീരം കൊടുത്ത് ആലപിച്ചതിന് ശേഷമാണ് എഴുതി വെക്കുന്നത്. ജീവനുള്ള ഒരു കവിതയാണ് എഴുതി വെക്കുന്നത്. അല്ല, എഴുതി വെച്ചിട്ട് അതിനെ ചിട്ടപ്പെടുത്തി ചെല്ലുന്നതല്ല. ഞാൻ ഉള്ളിൽ എല്ലാവർക്കും തിമിരം, നമ്മൾക്ക് എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണമെന്നതിന് എൻ്റെ ഈണത്തിൽ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം, ഇങ്ങനെ തന്നെ ആലപിച്ച് ഉള്ളിൽ കവിത രൂപീകരിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എഴുതിയപ്പോഴും ചൊല്ലുമ്പോഴും ഇവിടെ കേൾപ്പിക്കും. അപ്പോൾ കുറേ വർത്തമാനം പറയും. അത് ഇങ്ങനെ, അത് ശരിയല്ല, അത് വലിയ ഗുണമാണ്. അത് കൃത്യമായും അത് ശരിയായിരിക്കും പലയിടത്തും. അപ്പോൾ ഈ വരി അവിടെ ഒരു കാരണവശാലും ഗുണമുള്ളതല്ല, അല്ലെങ്കിൽ അത് കുറേ വീക്കാണ് ആ വരി എന്നൊക്കെ പറയും. അപ്പോൾ വിമർശനാത്മകമായിട്ട് തന്നെ പറയും. പൂശി ഇങ്ങനെ വർത്തമാനം പറയും, അങ്ങനെ പറയില്ല. നമുക്ക് ദേഷ്യം വരും, എന്നാലും അത് കേൾക്കുമ്പോഴേ പക്ഷെ അത് കറക്റ്റായിരിക്കും. അത് നമ്മൾ അതിന് കിട്ടേണ്ട അർഹതയോടുകൂടി അവയെ ബഹുമാനിച്ച് ആ വാക്കിനെ ആ അർത്ഥത്തിൽ ബഹുമാനിച്ച് മാറ്റി നിർത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾ അതിലേക്ക് വരുമ്പോൾ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു വിമർശകയാണ്. എനിക്ക് സാറിന്റെ ഏറ്റവും നല്ല വിമർശക ഒന്നാമത് സിനിമാ ഗാനങ്ങൾ എഴുതുമ്പോഴും അങ്ങനെ തന്നെ. സിനിമ പാട്ട് നമുക്ക് സംഗീതം തന്നിട്ടല്ലേ എഴുതുന്നത്. ഞാൻ വീട്ടിൽ ഇരുന്നാണ് ഞാൻ മിക്കവാറും ഒക്കെ എഴുതിയിട്ടുള്ളത്. വീട്ടിൽ തന്നെ വളരെ കുറച്ച്, ഞാൻ ഒരുപാട് പാട്ട് എഴുതിയിട്ടില്ല, 10-50 പാട്ടേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അതിൽ പലതും വീട്ടിൽ ഇരുന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അത് എഴുതുമ്പോഴും ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ പറയും അതങ്ങനെ ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ ഇരുന്ന് എഴുതിയ പാട്ടുകൾ, ഇപ്പോൾ നാട്ടുവഴിയിൽ കാറ്റുമൂളണ പാട്ട് കേട്ടില്ലേ, അങ്ങനെ പാട്ടുണ്ട്. രതി നിർവേദം എന്നവർ നല്ല കദളി കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ല. അത് അവിടെ എവിടെയുണ്ട്. ഞാൻ ഏതോ വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇവള് അത് പറയും, ആ വാക്ക് അങ്ങനെ ശരിയാവില്ല. അതൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട് എൻ്റെ പാട്ട് വഴികളിലും. മാഡത്തിന് ഇപ്പം ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ സാറ്? ഒരുപാട് പാട്ട്, എല്ലാ സാറിൻ്റെ പാട്ടുകളും നല്ലത് തന്നെയാണ്. എന്നാലും മാഡത്തിന് ഏറ്റവും ടച്ച് ചെയ്തിട്ടുള്ള സിനിമ പാട്ടുകൾ ഏതാണ്? പുലിമുരുകനിലെ എനിക്ക് സാറിന് അവാർഡ് കിട്ടിയ ഒറിജിനൽ സോങ് കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു ആ കാലത്ത്. മാനത്തെ മാരിക്കുറുമ്പേ
പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ വാവാവം പാടിയുറക്കാനില്ലിന്നമ്മയൻ പൊന്നേ ചാരത്തെ നോവുതാരാട്ടിൽ നീയുറങ്ങാരോ. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേക അനുഭവം എന്ന് പറഞ്ഞാലേ, അപ്പോഴും ഞാൻ SMV സ്കൂളിൽ വേണം, SMV അവിടെ പ്രിൻസിപ്പലായി. അപ്പോൾ ഈ പാട്ടിറങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ പുലിമുരുകൻ വരണ്ട എൻ്റെ പയ്യന്മാർ ഈ നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെയുണ്ട് സാറന്മാരെ ഈ മറ്റേ ഡബിൾ പേരിട്ട് വിളിക്കാൻ വലിയ അപ്പോൾ ഓടും, എന്നെ പേടിയാണ്. മാഡം, മകന് എന്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ടാലൻസ് ഉണ്ടോ? പൊതുവേ പുള്ളിക്കാരൻ കവിതയോട് താല്പര്യമില്ലാന്ന് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ പാട്ട് കേൾക്കും, പാട്ടൊക്കെ ഇഷ്ടമാണ്. കവിത വലിയ താല്പര്യമില്ല, സിനിമ പാട്ടൊക്കെ താല്പര്യമാണ് കേൾക്കാൻ. ഞാൻ സ്പോർട്സൊക്കെ ഇഷ്ടമാണ്. പുതിയ കുട്ടികളുടെ സ്പോർട്സിനടക്കം താല്പര്യം, കളിയാണല്ലോ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. സിനിമ സിനിമയും കളിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ സാറ് നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു അവതാരകൻ എന്ന രീതിയിൽ സാറിൻ്റെ സ്വരം വളരെ അട്രാക്റ്റീവായിരുന്നു. ഏതൊരു പ്രേക്ഷകനും സാറിൻ്റെ സ്വരമാണ്, സാറിൻ്റെ ആ ഒരു സൗണ്ട് ഭയങ്കര അട്രാക്റ്റീവാണ്. ആ ഷോ ഒരു കാര്യം നല്ല വൃത്തി വേറെ ഒരു പ്രാവശ്യം നന്നായി റെക്കോർഡ് ചെയ്ത് എൻ്റെ അല്ല, അത് സാർ ഒരുപാട് പൊങ്ങിപ്പോണ്ട. കേട്ടപ്പോഴെനിക്ക് എല്ലാവരും എന്നോട് തന്നെ പലരും പറയുന്നത് സാറിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഗാംഭീര്യമുള്ള, വളരെ ഡെപ്തുള്ള സൗണ്ടാണ്. അപ്പോൾ മാഡത്തിന് എന്താ തോന്നിയിരിക്കുന്നത്, ആ സൗണ്ട് എത്രത്തോളം സാറിൻ്റെ ആ ഒരു മേഖലയ്ക്ക് ഹെൽപ്ഫുള്ളായിട്ട് ആണ്? കവിയായതുകൊണ്ട് വേദികളിൽ പാടുക എന്ന് പറയുമ്പോൾ ആ ശബ്ദം അതിനെ പിന്നെ ദാസേട്ടൻ വരെ വിളിച്ച് അവനൊന്നിച്ച് അല്ല സത്യം, അത് ഇപ്പോൾ പറഞ്ഞ് അത് ഒരു സത്യമാണ്. അതായത് ഈ ശബ്ദം തന്നെയാണ് എൻ്റെ കവിതയെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്തിക്കാൻ എന്നെ സഹായിച്ച ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ശബ്ദം തന്നെയാണ്. കാരണം ഈ നേരത്തെ ലേഖ എന്നെ വിമർശിച്ചതുപോലെ എൻ്റെ കവിതയോ അതിനേക്കാൾ മനോഹരമായ കവിതകൾ ധാരാളം മലയാളത്തിലുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. അത് എത്തേണ്ട മാതിരി എത്തിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ ലേഖ പരാമർശിച്ചപ്പോൾ എനിക്ക് ഓർമ്മ കാര്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന്, എന്നെ ദാസേട്ടൻ നേരിട്ട് വിളിക്കുകയുണ്ടായിരിക്കുക. ഞാനിങ്ങനെ ചാനലുകൾ കാണുന്നതല്ല, ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ചാനലിൽ ഇങ്ങനെ ഇത് കവിതയല്ലേ, ഞാൻ പറഞ്ഞത് അത് മുരുകൻ എഴുതിയതാണോ, ഞാൻ പറഞ്ഞത് അതെ. അപ്പോൾ അത് നന്നായി ചൊല്ലുന്നു പറഞ്ഞിട്ട് അദ്ദേഹം ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു. പലരും ശബ്ദം ഉപയോഗിക്കുന്ന പലർക്കും ശബ്ദം ഉണ്ടാകുന്ന പല സ്റ്റേജുകളിൽ നിന്നാണ്. ചില ആളുകൾ ചുണ്ട് വെച്ച് പാട്ട് പാടും, ചില ആളുകൾ തൊണ്ട വെച്ച് പാടും, ചില ആളുകൾ ഉള്ളിൽ നിന്ന് പാടും. അപ്പം മുരുകൻ്റെ ശബ്ദം അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അത് നന്നായി കീപ്പ് ചെയ്യണം എന്ന് അദ്ദേഹത്തിനോട് പറയേണ്ടത്. അപ്പം എൻ്റെ ശബ്ദത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായത്, എനിക്കതൊരു നിമിത്തം പോലെ സംഭവിച്ചത് 50 വർഷം ദാസേട്ടൻ പൂർത്തിയാക്കിയത് എൻ്റെ പാട്ട് പാടിയിട്ടാണ്. പക്ഷേ അതിന് കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ എന്നെ വിളിച്ച് ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ അദ്ദേഹം 50 വർഷം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം പാടേണ്ടി വന്ന പാട്ട് സന്ദർഭവശാൽ എൻ്റെ പാട്ടായിരുന്നു. അത് ഈ മല്ലു സിംഗ് എന്നൊരു സിനിമയുണ്ട്, മല്ലു സിംഗ്. ആ സിനിമയിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് അവസാന വെറുതെ 4 വരി അദ്ദേഹം 50 വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പാടി. നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം, ആ പാട്ടാണ്. അപ്പം അങ്ങനെ എനിക്കൊരു ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എൻ്റെ ഈ ആലാപനത്തിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെ എന്ന് വിചാരിക്കുന്നു. ആ ചോദ്യം ചോദിച്ചാൽ നന്ദി. മാഡത്തിന് എന്ത് തോന്നും, സാർ ഒരു അധ്യാപകനായിട്ട് കാണുന്നതാണോ, ഒരു ഗാനരചയിതായിട്ട് കാണുന്നതാണോ, ഒരു കവിയായിട്ട് എന്താണ് മാഡത്തിന് ഏറ്റവും ഇഷ്ടം? ഇതെല്ലാം എനിക്കിഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഏതിലായിരിക്കും യഥാർത്ഥത്തിൽ ഇഷ്ടം എന്താണെന്നറിയാം? ഞാൻ വീട്ടിൻ്റെ മുന്നേ ഇങ്ങനെ തൂക്കുന്നത് കാണുന്നത്. അത് കുറവായതുകൊണ്ടാണ് അത് പറയാത്തത്. വല്ലപ്പോഴും കാണുന്ന കാഴ്ച ആയതുകൊണ്ടല്ലേ?
അത് മാഡം തുറന്നു പറയുന്നു. എക്സ്പെർട്ട് ആണ്, ചെയ്യിപ്പിച്ച് എടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. എവിടെ ചെന്ന് വീണാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ അല്ലേ? അതെന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നെയ്യാറിൻ്റെ തീരത്താണ് നിങ്ങൾ ജനിച്ചു വളർന്നത്. ഈ ഒരു സാറ് തന്നെ പറഞ്ഞു, ഈ ഒരു ഏരിയ, ഈ ഒരു സ്ഥലം സാറിന് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. എന്നാലും ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും സാറിന് എടുത്തു പറയേണ്ടതായിട്ടുണ്ടോ നമ്മുടെ സാറിൻ്റെ ഈ ജീവിതത്തിൽ? പിന്നെ തീർച്ചയായിട്ടും ഞാനത് എപ്പോഴും പറയും. കാരണം ജീവിതത്തിൽ എടുത്തു പറയാവുന്ന കാര്യങ്ങളെല്ലാം ഈ നാടാണ് തന്നിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അമ്മമാർ 2 പേരുണ്ടെന്ന് പറയും. അതിലൊന്ന് എൻ്റെ നെയ്യാറാണ്, എൻ്റെ പോറ്റമ്മ എന്ന് പറയുന്നത്. കാരണം നെയ്യാറിൽ ചാടി കുളിക്കുമ്പോൾ ആണ് എൻ്റെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും അപകർഷതകളെയും ഞാൻ ഒഴുക്കിക്കളയുന്നത്. കാരണം ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചാളാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിരുന്നില്ല ഞാൻ. 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് മുതൽ ഉച്ചയ്ക്ക് ആഹാരം അന്ന് ഉച്ചക്കഞ്ഞി ഇല്ലായിരുന്നു 7ാം ക്ലാസ്സിന് ശേഷം. അപ്പോൾ ഈ വൈകുന്നേരം ഇങ്ങനെ നടന്ന് തളർന്ന് വീട്ടിലെത്തി ആദ്യം ചെയ്യുന്നത് ഈ നെയ്യാറിലേക്ക് ചാടലാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ വിശപ്പും ദാഹവും എല്ലാം ആ അമ്മ അങ്ങ് ഇല്ലാതാക്കി കളയും. നല്ല ഊർജ്ജത്തോടെ തിരിച്ചു കയറി വരും ഞാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ വാത്സല്യനിധിയായ അമ്മയായിരുന്നു ഈ നെയ്യാർ. അപ്പോൾ ഈ നെയ്യാറ് അറിഞ്ഞും അറിയാതെ എൻ്റെ പല കവിതയിലും ഇങ്ങനെ കയറിയും കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, നിള പോലെ പ്രിയമെൻ്റെ നെയ്യാറു പോലെ, നീ ഒഴുകിപ്പരക്കുകിന്നവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ ഈ എന്നിലും എന്നാണ് ഞാൻ എൻ്റെ ഒരു കവിത തുടങ്ങുന്നത്. അപ്പോൾ നെയ്യാർ ഇങ്ങനെ അറിയാതെ അതുകൊണ്ടാണ് തിരികെ യാത്ര എന്നൊരു കവിതയുണ്ട്. ഈ പുഴകൾ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചാണ്. അതായത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ കാണുന്നത് നല്ല സുന്ദരിയായ യൗവനവതിയായ അമ്മയെ പോലെയായിരുന്നു എൻ്റെ നെയ്യാർ. മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കും. നല്ല വെള്ളാറം കല്ലുകളുള്ള തീരം ഉണ്ടായിരുന്നു. ഇപ്പോഴും കിടക്കുന്നുണ്ടല്ലേ വൃദ്ധസദനത്തിൽ ആരും തിരിഞ്ഞു നോക്കാതെ ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്ന് മാത്രം നോക്കി ഒരു മൂലയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു മുത്തശ്ശിയെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ നെയ്യാർ. അനക്കമില്ല, ഇങ്ങനെ 2 സൈഡും കരയുമില്ല. പണ്ടങ്ങനെയല്ല, തീരം ഉണ്ടായിരുന്നു. തീരത്തിലിങ്ങനെ വെള്ളപ്പൂക്കൾ ധാരാളം നിറഞ്ഞു നിന്നിരുന്നു. അപ്പം ഇപ്പോൾ തീരമൊന്നുമില്ല. 2 കീഴ്ക്കാൻ തൂക്കമായ നിബിഡമായ പുൽച്ചെടികൾ കള്ളിച്ചെടികളും നിറഞ്ഞു നിൽക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അനങ്ങാതെ കിടക്കുന്ന വയസ്സായ അമ്മയെ പോലെയാണ് ഇപ്പോൾ നെയ്യാർ. പക്ഷേ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും സുന്ദരിയായ അമ്മയായിരുന്നു നെയ്യാർ. അപ്പോൾ അതാണ് തിരികെ മതിലുകൾക്കക്കര പുഴ കരഞ്ഞിടുന്നു, വരിക ഭഗീരഥ വീണ്ടും, വരിക ഭഗീരഥ വീണ്ടും, വാമനന്മാരായി അളന്നളന്നവരെൻ്റെ തീരങ്ങളിൽ വേലി ചാർത്തി, വേദന പാരതന്ത്ര്യത്തിൻ്റെ വേദന പോരൂ ഭഗീരഥ വീണ്ടും എന്ന് തുടങ്ങുന്ന തിരികെ യാത്ര എന്ന കവിത എൻ്റെ നെയ്യാറ് പോലുള്ള നദി അമ്മമാരെ കുറിച്ചുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ നദീതീരത്ത് ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞതുകൊണ്ട് മാത്രം കവിയായ ഒരാളാണ് ഞാൻ. കടവിലാഴങ്ങളിൽ കുളിരേറ്റു നിർവൃതി, കരളിൽ തണുപ്പായി പുതച്ചോരു നാളുകൾ, കെട്ടുപോകുന്നു വസന്തങ്ങൾ പിന്നെയും നഷ്ടപ്പെടും നിന്റെ ചടുലവേഗം, ചൂതിൻ്റെ ഈട് ഞാൻ ആത്മാവലിഞ്ഞു പോയി, പോരൂ ഭഗീരഥ വീണ്ടും. നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ഇവിടുത്തെ ഒരു നാടൻ എന്താ പറയുക, ശരിക്കും ഇത്രയും നല്ലൊരു ഗ്രാമഭംഗിയിൽ ജനിച്ചു വളർന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സാറിന് ഇഷ്ടമുള്ള ഭക്ഷണം, ആഹാര രീതികളൊക്കെ? സാധാരണ നമ്മളെ നാടൻ ഭക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഞാൻ പ്യുവറായിട്ട്, അത് വെറുതെയാണ്, ഞാൻ പ്യുവർ നോൺ വെജിറ്റേറിയനാണ്. നോൺ വെജിറ്റേറിയനാണ് അല്ല, ബാക്കി സാധനങ്ങൾ നോൺ വെജിറ്റേറിയൻ നാടനാണല്ലോ. അത് നമ്മുടെ നാടൻ സംസ്കാരത്തിലുണ്ട് സാർ. അത് എന്നാലും അച്ചിനി, ചക്ക, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ. നമ്മുടെ നാട്ടിൽ നല്ല കപ്പയും മീൻകറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കപ്പയും മീൻകറി, പിന്നെ ഏത് ഭക്ഷണവും കഴിക്കും, ഏത് ഫുഡിനോടും.
പിന്നെ വെജിറ്റേറിയൻ ഫുഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. തീരെ താല്പര്യമില്ലാത്ത സാധനം സദ്യയാണ്. ഒട്ടും പറ്റില്ല. ഈ ഗൾഫ് നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് കാര്യം അറിയാലോ, നമ്മളിവിടുന്ന് സദ്യയെ പേടിച്ചാണ് അവിടെ ചെല്ലുന്നത്. അവിടെ സദ്യ ഭയങ്കര ഗംഭീരമാണ്. ഞാൻ നോൺ വെജ് പ്രിയനാണ് സാർ. സാർ ഒരുപാട് യാത്രകൾ പോയിട്ടുള്ളതിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. മാഡത്തിനെ കൊണ്ടുപോയിട്ടുണ്ടോ? മാഡം പോകാറുണ്ടോ? മിക്കവാറും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവധി ദിവസങ്ങളിൽ പോകും. ഞങ്ങൾ മിക്കവാറും യാത്രയാണ് ഞങ്ങൾ രണ്ടാളും. എവിടെയൊക്കെ പോകാനാണ് ഏറ്റവും ഇഷ്ടം? യാത്ര എല്ലാം ഇഷ്ടമാണ്, എവിടെയായാലും അത് ഇഷ്ടമാണ്. ഇന്ത്യക്ക് പുറത്തും ഒരുപാട് മാഡം ട്രാവൽ യുഎഇയിലൊക്കെ പോയിട്ടുണ്ട്. യുഎഇയിലും സാധാരണ മലേഷ്യയിലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പോയിട്ടുണ്ട് യാത്ര, ധാരാളം യാത്ര. പിന്നെ ഇവിടുത്തെ കൊച്ചുയാത്രകൾ ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ്. പണ്ടും അങ്ങനെ തന്നെ. ഞങ്ങൾ ഒറ്റയ്ക്കായി കഴിയുമ്പോൾ ബോറടിക്കും, ഒരുമിച്ച് ഞങ്ങളാകുമ്പോൾ. പിന്നെ ലേഖയ്ക്കൊരു ഗുണമുള്ളത്, ഏത് ചെറിയ വേദിയിലായാലും വലിയ വേദിയിൽ ഇത് കേൾക്കുന്നതും ആസ്വദിക്കുന്നതും വലിയ ഇഷ്ടമാണ്. അതിൽ ബോറടിക്കില്ല. അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ അതെനിക്ക് കിട്ടുന്ന ഒരു വലിയ പോസിറ്റീവ് ഒരു സാധനമാണ്. മാഡത്ത് ഇപ്പം സാറിന് ഇത്രയും വർഷമായിട്ട് സാറിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണ്? ജോലിയൊന്നും ഇഷ്ടമില്ല. എനിക്കിഷ്ടമല്ലാതാണോ ചോദിച്ചത്? അതോ സാറിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം? ഇങ്ങനെ ഇരിക്കുക, വായിക്കുക, ഇങ്ങനെയൊക്കെ ഇരിക്കുക, അല്ലാതെ വേറെ ജോലി ആയാസമുള്ള ജോലിയൊന്നും താല്പര്യമില്ല. എന്താ ലേഖയുടെ അഭിപ്രായത്തിൽ ജോലി എന്ന് പറഞ്ഞാൽ ഈ കിളക്കൽ മാത്രമാണ് ജോലി. അതൊരു ജോലിയാണ്. അത് ജോലിയാണ്, മഹത്തായ ജോലി. പക്ഷെ അത് മാത്രമല്ല ജോലി. അതാണ്. സാറിന് ഒരുപാട് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് സാറിൻ്റെ. എന്നാൽ പോലും സാറിന് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ സാറിന് ഏറ്റവും മനസ്സിൽ ഉള്ള ഏറ്റവും അധികം സാർ സ്നേഹിക്കുന്ന ഏതെങ്കിലും സാറ് അങ്ങനെ ഒരാളുണ്ടാവും സാർ? അങ്ങനെ ധാരാളമുണ്ടല്ലോ. ഏറ്റവും എന്ന് പറയുമ്പോൾ ഏറ്റവും ഇപ്പോൾ കൂടെ ഇല്ലാത്തവരിൽ എൻ്റെ അമ്മയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കേട്ടാ, അമ്മ. അത് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് എന്ന് പറയുന്ന മറ്റൊരു നഷ്ടപ്പെടലാണ് ആമച്ചൽ സദാനന്ദൻ എന്നെൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായ ഒരു ഗുരുതുല്യനായ സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കവിത എഴുതുമ്പോൾ അദ്ദേഹമാണ് അത് വായിച്ച് ഇത് കൊള്ളാം, ഇത് സാരല്ല, ഇത് ഇങ്ങനെ എഴുതാം എന്നൊക്കെ പറയുന്നത്. ആ ഒരു പ്രോത്സാഹനം വലിയ ഇതായിരുന്നു. അത് നന്നായി പാടുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ വേദനിപ്പിക്കുന്നത് എൻ്റെ എപ്പോഴും ഒരു കാലത്ത് മനസ്സിൽ നിന്നും മായാത്ത ഒരു അനുഭവമാണ്. പിന്നെ അതുപോലെ ഒരുപാടുണ്ട്. പിന്നെ കളഞ്ഞുപോയ സുഹൃത്തെന്ന് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തേ, നിൻ കനലു ചിന്തുന്ന വാക്കിൻ്റെ തീരത്ത് കടലു കാണുന്ന കുട്ടിയെപ്പോലെ ഞാൻ വിരലുകൊണ്ടു കളം തീർത്തു നിൽക്കവേ തുടങ്ങുന്ന കവിത. ആ കവിത കളഞ്ഞുപോയ സുഹൃത്ത്, അത് എഴുതിയത് സതീഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണമാണ്. അദ്ദേഹവുമായി ഞങ്ങൾ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. സാർ, നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് ഇത് ഒരു പുതിയ അനുഭവമാണ് സത്യത്തിൽ. സാറിൻ്റെയും ചേച്ചിയുടെയും കൂടെയുള്ള ഓരോ നിമിഷവും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അഭ്യർത്ഥന, ഒരു കവിത ചൊല്ലിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കവിത എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും കവിതകളും എൻ്റെ കുറച്ച് കവിതകളേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അത് മിക്കവാറും എല്ലാം ഒന്നിൽ ഏറ്റക്കുറച്ചിലൂടെ എല്ലാവർക്കും അറിയാവുന്ന കവിതകളാണെങ്കിലും ഏറ്റവും പുതിയതായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു കവിത കുറച്ച് എഴുതില്ല. ആ കവിതയുടെ പേര് മദേഴ്സ് ഡേ എന്നാണ്. നമ്മൾ ഈ വൃദ്ധ അല്ലെങ്കിൽ പ്രായം ആകുന്നവരോട് നമ്മുടെ സമൂഹം ഇപ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ അമേരിക്കയിലെ എൻ്റെ ഇൻറ്റിമേറ്റായിട്ടുള്ളൊരു സുഹൃത്ത്, പ്രവാസി സുഹൃത്ത്, ഞാൻ അമേരിക്കയിൽ ഒരു യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് അമ്മയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു. അമ്മ എങ്ങനെയാണ് അവരെ വളർത്തിയെന്നും പക്ഷെ തിരിച്ച് അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച്. അപ്പോൾ അത് വെച്ചിട്ട് എഴുതിയതാണ് ഈ മദേഴ്സ് ഡേ. അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു, അമ്മ വെട്ടത്തിൽ കളിക്കുന്നു ഞങ്ങൾ, അമ്മ കളിപ്പാട്ടമായി പൊട്ടിച്ചിരിക്കുന്നു, അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു, ആ മുതൽ ക്ഷാവര അക്ഷര ചിമിഴുകൾ, അമ്മ പാഠമാകുന്നു, പാഠപുസ്തകമാകുന്നു. അമ്മ പാഠമായി സ്വയം ഉഴുതുമറിക്കുന്നു,
അമ്മ വിത്തുകൾ മുളച്ചു പുത്തരിച്ചോർ ഉരുളയാകുന്നു. അമ്മ പാഠവും പാഠവുമാകുന്നു. അമ്മ പാഠവും പാഠവുമാകുന്നു. പഞ്ഞമാസ പനിക്കാലത്തിൽ അമ്മ കഞ്ഞിയായി പ്ലാവിലെ കുമ്പിളാകുന്നു. കാൽനടവണ്ടിയായി ഒക്കത്തിരുത്തുന്നു. ആശുപത്രി തിണ്ണമേൽ കിതപ്പാകുന്നു. നെറ്റിയിൽ വെള്ളം നനച്ച പഴംതുണി മൂടിപ്പുതച്ച പുതപ്പിൻ്റെ ചൂടമ്മ. നെറ്റിയിൽ വെള്ളം നനച്ച പഴംതുണി മൂടിപ്പുതച്ച പുതപ്പിൻ്റെ ചൂടമ്മ. അമ്മ വിളക്കു കൊളുത്തുന്നു. ഇത്രയും നമ്മുടെ നെഞ്ചിനോട് മനസ്സിനോട് ചേർന്ന ഒരു കവിത അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം അമ്മ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വികാരമാണ്. ഈ ഒരു പാട്ട്, ഈ ഒരു കവിത കൊണ്ട് നമ്മുടെ എപ്പിസോഡ് ശരിക്കും ധന്യമായി എന്ന് വേണം പറയാൻ. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാ